നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് 3000 വീടുകൾ സ്വയം നടന്ന് പ്രചാരണം നടത്തി എന്നുള്ള ഒരു വാർത്ത വന്നിരുന്നു. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ല. ആ. കാരണം 25 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം നിങ്ങൾ അറ്റൻഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റ് കൗണ്ട് ചെയ്ത് എന്താ കൗണ്ട് ചെയ്യാനും കൗണ്ട് ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് 3000 വീട് കയറുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കൗണ്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 25 വർഷത്തിലെ എല്ലാ ബൈ ഇലക്ഷൻസും മിക്കവാറും ഒരു 90% ബൈ ഇലക്ഷൻസും 90% ഇലക്ഷൻസും എല്ലാ ഇലക്ഷൻസും ബൈ ഇലക്ഷൻ 90% എന്ന് പറയാം. എല്ലാ ഇലക്ഷൻസും ഞാൻ വീട് കയറ്റവും അങ്ങനെയുള്ള പ്രവർത്തനമായിട്ട് തന്നെ തെരുവ് നാടകം നടത്തിയിട്ടുണ്ട്. കേരളത്തില് പാലക്കാട് തൊട്ട് തിരുവനന്തപുരം വരെ തെരുവ് നാടകം നടത്തി. അതിൽ രാഹുൽ പങ്കെടുത്തു. ഞാൻ എത്രയോ നാളുകളായി ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഇതെന്നെ സംബന്ധിച്ചൊരു പുതിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ അറ്റൻഷൻ വിടൂ എന്നുള്ളത് മാത്രമേ. ഉമ്മൻചാണ്ടി സാറ് എന്ന് പറയുന്ന ഒരു ഐഡൽ അല്ലെങ്കിൽ ആ ലെജൻഡറി മനുഷ്യൻ എപ്പോഴും നമുക്ക് ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിനെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ ഈ 2 വർഷം? ചാൻസ് കുറവാണ്. അതിപ്പം സ്വാഭാവികമായിട്ടും ഒരാളുടെ രീതി ആയിരിക്കത്തില്ലോ അടുത്ത ആളുടെ. എൻ്റെ രീതി ആയിരിക്കില്ല എൻ്റെ വേറൊരാൾ. അതൊരിക്കലും എക്സ്പെക്ടേഷൻ ജനറേഷൻ ഗ്യാപ്പ് കാണും. ചിലപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം കാണും, പക്ഷെ പ്രായമായിട്ടുള്ളവർക്ക് ചൂട് എക്സ്പെക്ടേഷൻ കാണും.